നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴ കടുക്കാങ്കുന്നം നിലമ്പതി പാലം മുക്കൈ പുഴയുടെ പരിസരം മണ്ണിടിഞ്ഞ് വീതി കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ പൊന്തക്കാടുകൾ നിറഞ്ഞ് മാലിന്യങ്ങളും നിറഞ്ഞ് ഇരിക്കുകയാണ്. ഈ പ്രദേശം നന്നാക്കിയെടുത്ത് എന്തെല്ലാം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വിശദമായി പറയുകയാണ് പൊതുപ്രവർത്തകനായ ശശി മേനോൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ചരിത്രപ്രസിദ്ധമായ മുക്കൈ ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. മനസ്സിലായില്ലേ? കാശിയിലെ പാതി കൽപ്പാത്തി. ഇവിടെ ഒരുപാട് അഗ്രഹാരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ഓർമ്മയിൽ 5-6 ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പുഴ ഇന്ന് എങ്ങനെ കിടക്കണമെന്ന് കാണാൻ വളരെയധികം സങ്കടമാണ്. ഇത് കാണുന്നു. ഈ റോഡിൽ കൂടെയാണ് പണ്ടത്തെ എൻ്റെ പൂർവികർ നടന്നുപോയിരുന്നത്. ഇന്ന് കാടും പടലവും പിടിച്ച് ഉപയോഗശൂന്യമായി ഇവിടെ കിടക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ വലിയൊരു ബോർഡ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, വെൽക്കം ടു പാലക്കാട് മുനിസിപ്പാലിറ്റി, സ്വാഗതം എന്ന് പറഞ്ഞു. ഇന്നത് അന്യം നിന്ന് പോയി, നാമാവിശേഷമായി. ഇന്ന് കടുക്കാങ്കുന്നം LP സ്കൂളിലെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ള ബോർഡാണ് മാലിന്യം തള്ളരുത് എന്ന് പറഞ്ഞു. ഇത് മാലിന്യ കൂമ്പാരമായിട്ട് മാറിയിരിക്കുകയാണ് മുഖ്യ ശിവക്ഷേത്രത്തിന്റെ ഉമ്മറ ഭാഗം. എന്നും പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പണിയെടുത്ത് അത് പിൽക്കാലത്ത് കേരള വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞ ആയപ്പോൾ ഇട്ട ബ്ലോക്കാണ് ഈ കിടക്കുന്നത്. ആ ബ്ലോക്ക് വന്നതിന് ശേഷമാണ് ഇത്രയും ഇവിടുന്ന് ഡെമോളിഷ് ചെയ്തതാ. 90 mm പ്രീമോ പൈപ്പും CI പൈപ്പും കൂടി ജോയിന്റ് ചെയ്യണ ആ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ള ബ്ലോക്കാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് അത് കൊണ്ടുപോകാനോ എടുക്കാനോ മാറ്റാനോ ഒരു അധികൃതരും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ആ ബ്ലോക്ക് വന്നതിന് ശേഷമാണ് ഇത് മുഴുവൻ ഈ പായലും ഇതെല്ലാം ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്ത് മുഖ്യ ശിവക്ഷേത്രത്തിന്റെ ഉമ്മറത്തിനെ ഇങ്ങനെ വൃത്തികേടാക്കിയത്. ഇത് കൂടെ ആയിരക്കണക്കിന് ആൾക്കാർ ദിവസം സഞ്ചരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ. അവർക്കുള്ള ഉപദ്രവം ചില്ലറയല്ല. മൺസൂണിൽ ഒലിച്ചു വരുന്ന വെള്ളം മുഴുവൻ ഈ പാലത്തിലേക്ക് വന്ന 2 വീലർ യാത്രക്കാർക്ക് 4 വീലർ പോകുമ്പോൾ അവർ ലക്ഷ്യം ലഗാനും ഇല്ലാതെ പോകും. 2 വീലർ യാത്രക്കാർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് വസ്ത്രം മാറാൻ വേണ്ടിയിട്ട് എഗെയിൻ വീട്ടിൽ പോയി തിരിച്ചു പോകുന്ന കാഴ്ച ഇവിടെ കാണാറുണ്ട്. ഈ വെള്ളം മുഴുവൻ കുത്തിയൊലിച്ചു വരുന്നത് ഇവിടേക്കാണ്. ഈ റോഡ് പൂർണ്ണ സ്ഥിതിയിൽ ആക്കി ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കോ അങ്ങനെ വലുതോ ഒക്കെ ആക്കാൻ 1 സെന്റ് സ്ഥലത്തിന് 8 ലക്ഷം 10 ലക്ഷം ഉറുപ്പിയുള്ള പ്രദേശമാണ് ഇങ്ങനെ അന്യം നിന്ന് പോണത്. അത് വളരെയധികം അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പുഴയില് മണ്ണിടിഞ്ഞ് പുഴയുടെ വീതി കുറഞ്ഞുണ്ടോ? വീതി കണ്ടമാനം പോയിട്ടുണ്ട്. ഇത് ഓരോ മൺസൂണില് നമ്മള് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഫ്ലഡ് ഒരുപാട് പ്രദേശത്തിനെ താഴത്തേക്ക് കൊണ്ടുവന്ന് മണ്ണ് ഇറങ്ങി പോയിട്ടുണ്ട്. ഇതിപ്പോ ഏക്കിൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെക്ക് ഡാം ഇവിടെ ഏക്കിൽ വന്ന് ഇറങ്ങി പുഴയുടെ ആഴം നന്നായി കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഫ്ലഡ് ഉണ്ടാകുന്നത്. അത് അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. പഴയ കലക്ടർ കുറെ മണ്ണെടുത്ത് മാറ്റി ആ വർഷത്തെ മൺസൂണില് വെള്ളം അധികം കയറിയിരുന്നില്ല. ആ മണ്ണ് മുഴുവൻ എടുത്തു മാറ്റി പായലൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഈ പായലെടുത്ത് ഇവിടെയാണ് ഡംപ് ചെയ്യണത്, ഈ കുളവാഴ എന്ന് പറയുന്ന വസ്തുവിനെ. ഇതിന്റെ ഭയങ്കര ശോചനീയമായ അവസ്ഥയിലാണ് വെൽക്കം ടു പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ ഈ ചപ്പ് ചവറുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് എത്തിയിരിക്കുന്നത്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽ പെടണം. ഇതുകൂടി എത്ര ആൾക്കാര്, മന്ത്രിമാരെ, MP-മാരെ, ഗവർണർ, മുഖ്യമന്ത്രി, എല്ലാ ആൾക്കാരും സഞ്ചരിക്കണ ഒരു റോഡാണ്. എന്നുവെച്ചാൽ മലമ്പുഴ എന്നുള്ള സ്ഥലത്ത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് അറിയപ്പെടുന്ന ഒരു ശ്മശാനമാണ് മുഖേജ് മാട്ടുമന്ത ശ്മശാനം. സ്വാതന്ത്ര്യ സമര സേനാനികളടക്കം അന്ത്യവിശ്രമങ്ങളുള്ള സ്ഥലമാണ്. കൽപ്പാത്തി, വലിയപാടം, നടുവക്കാട്ടുപാളയം, പുത്തൂര് അടുത്തുള്ള ഗ്രാമപ്രദേശത്തുള്ള ഒരുപാട് മനുഷ്യന്മാരെ ദഹിപ്പിക്കുന്നത് ഇവിടെയാണ്. ആ ദഹനക്രിയ ദഹിപ്പിക്കൽ കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് കുളിക്കാൻ പുഴയിൽ ഇറങ്ങി കർമ്മങ്ങൾ ചെയ്യാൻ ഒരു സൗകര്യമില്ല. വളരെയധികം വേദനാജനകമാണ്. ഏത് കൂടെ ഇറങ്ങും, എങ്ങനെ ഇറങ്ങും? ഈ ഭാഗത്ത്
ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏത് ഡിപ്പാർട്ട്മെന്റാണ് എന്താണെന്ന് അറിയില്ല. കർക്കിടക വാവിന് അവിടെ ആൾക്കാർ വരും, ബലിയിടും എന്നല്ലാതെ അവിടെ മുട്ടിന് ചള്ളിയാണ് കിടക്കുന്നത്. ആ ഭാഗത്തേക്ക് എങ്ങനെ പ്രവേശിക്കും? 1 കിലോമീറ്റർ ചുറ്റി വേണം വരാൻ, അല്ലെങ്കിൽ ഈ പൈപ്പൊക്കെ എടുത്ത് ചാടി കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. അത് ഉപകാരം തന്നെയാണ്. പക്ഷേ അത് ഈ ഭാഗത്തു കൂടി ചെയ്തിരുന്നുവെങ്കിൽ വളരെയധികം ഈ പായലൊക്കെ പോകാൻ ആൾക്കാരുടെ പദസ്പർശം ഏറ്റാൽ തന്നെ ഈ പായലൊക്കെ ഏറെക്കുറെ പോകും. ഒരുപാട് ആൾക്കാർ വന്ന് കുളിച്ച് പോകുമ്പോൾ അവരെടുത്ത് കളയും ഈ പായലൊക്കെ എവിടെയെങ്കിലും കട്ടാൽ. പിന്നെ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുമ്പോൾ അവർ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് കഴിക്കാൻ ബസ്സിലും വാനിലും ഒക്കെ. ഈ പ്രദേശം അങ്ങനെ വൃത്തിയാക്കി ഇട്ടാല് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ആ സൗകര്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഈ പ്രദേശം ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കും. വെൽക്കം ടു പാലക്കാടുള്ള വെൽക്കം ടു മുനിസിപ്പാലിറ്റി അല്ല, വെൽക്കം ടു മലമ്പുഴ. എല്ലാവർക്കും സ്വാഗതമായിരിക്കും ഈ പ്രദേശം. മനസ്സിലായില്ലേ? അതിന് അധികൃതരുടെ ശ്രദ്ധ തന്നെ എത്തണം. വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.